ഇന്ന് നമുക്ക് മാമ്പഴം കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയാലോ? മാമ്പഴത്തിൻ്റെ കാലമാണല്ലോ. അപ്പോൾ നമ്മൾക്ക് വളരെ ടേസ്റ്റായിട്ട് മാമ്പഴം കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 10 മാങ്ങ, ചെറിയ മാങ്ങയാണ്, ദശ കുറവുള്ള ചെറിയ മാങ്ങയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 10 മാങ്ങ എടുത്ത് പൂളി അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഈ ഒരു പാത്രത്തിന് ഇത്രയും മാങ്ങയുടെ പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്കത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കലക്കിയെടുക്കാനായിട്ട് ഒരു സ്വല്പം പാടുണ്ട്. എന്നാലും നമുക്ക് പതുക്കെ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു തിക്കായിട്ടിരിക്കും. അതുപോലെ തന്നെ കട്ടയായിട്ടിരിക്കുന്നത് നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ കട്ടയൊക്കെ അലിഞ്ഞ് നമ്മൾക്ക് ലൂസായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് നമ്മൾക്ക് ഇത് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ രീതിയിൽ ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് നേരം കലക്കി കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഇളകി നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഞാനത് കലക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്, ആ പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നെയ്യ് തന്നെയായിരിക്കും നല്ലത്. എണ്ണയെക്കാട്ടി നല്ലത് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ നെയ്യുടെ ടേസ്റ്റ് വരുമ്പോൾ അതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ സ്വല്പം നെയ്യ് നമുക്ക് ഇതുപോലെ ഒന്ന് പാത്രം മുഴുവൻ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെളുത്ത എള്ളാണ് നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ വെളുത്ത എള്ളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കറുത്ത എള്ളാണ് ഒരു സ്വല്പം ഒന്ന് വിതറി കൊടുക്കുകയാണ് ആ പാത്രത്തിലേക്ക്. അതിനുശേഷം ഞാൻ കുറച്ച് ബദാമും കശുവണ്ടി പരിപ്പും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ആ പാത്രവും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതും അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യാണ് നമ്മൾ ഹൽവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ 1 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പൾപ്പ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. അത് തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ കിട്ടും. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഒരു മീഡിയം ഇതിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ചവിട്ടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുറച്ചൊക്കെ തിക്കായിട്ട് വരുന്നുണ്ട് നമ്മളുടെ മാങ്ങയുടെ പൾപ്പ്. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ മധുരം കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഞാൻ ഒരു പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്താൽ മതി. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഒരു
ടേബിൾ സ്പൂൺ നിറച്ച് ശർക്കര ചേർത്ത് കൊടുത്തു. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മധുരം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നല്ല മധുരം നമ്മൾക്ക് സാധാരണ നല്ല മധുരം തന്നെ കിട്ടും. ഈ മാങ്ങയ്ക്ക് ഇത്രയും മധുരം ഇട്ട് കൊടുത്താൽ മാത്രം മതി. പക്ഷേ അതിൽ കൂടി ഭയങ്കര മധുരം വേണമെങ്കിൽ നന്നായിട്ട് മധുരം ഇട്ട് കൊടുത്തോണം. ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ആവറേജ് മധുരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ശർക്കര 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ അത് കുറച്ചിട്ട് ഒരു 1/4 കപ്പോ അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിക്കണമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ മാങ്ങയുടെ പൾപ്പും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ നമ്മൾ അങ്ങോട്ട് ഒഴിക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ നന്നായിട്ട് ആ സ്പൂൺ കൊണ്ട് ഇളക്കണം. കാരണം അത് തിക്കായിട്ട് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഒഴിക്കാൻ നേരത്തും നമ്മൾ ഇതുപോലെ നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ അത് ആ മാങ്ങയുടെ പൾപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാണ് ഞാൻ ഇളക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ മാമ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കുമ്പോൾ. നമ്മൾക്ക് ഈ മാങ്ങയുടെ സീസണിലൊക്കെ ധാരാളം മാങ്ങയുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഏകദേശം വറ്റി വരുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഏകദേശമൊക്കെ നമ്മളുടെ മാങ്ങയുടെ പൾപ്പ് വറ്റി വരുന്നുണ്ട്. അപ്പം നമ്മുടെ കോൺഫ്ലവറും ഒഴിച്ചതും അതുപോലെ തന്നെ ആ മാങ്ങയുടെ പൾപ്പും എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് യോജിച്ച് വറ്റി വരുന്നുണ്ട്. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. നെയ്യ് എത്രയോ ഒഴിക്കാവോ അത്രയും ടേസ്റ്റാണ് നമ്മളുടെ ഹൽവയ്ക്ക് അല്ലേ. അതുകൊണ്ട് തന്നെ ആ നെയ്യുടെ ടേസ്റ്റ് ഇച്ചിരി മുന്നിൽ നിൽക്കണം. അതാണ് ഹൽവയുടെ ഒരു പ്രത്യേകത. ഹൽവയ്ക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ആ തുടക്കത്തിൽ തന്നെ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 2 ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ 3 ടീസ്പൂൺ നെയ്യായി. വീണ്ടും നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ബദാമും ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഇട്ട് കൊടുത്താൽ അത് കൂടുതൽ വെന്ത് പോകും. നമ്മൾ ഈ ഒരു പരുവമാകുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടി അതൊന്ന് തിക്കാകാനുണ്ട്. അതിനായിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നെടുക്കാം. ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ സമയത്ത് വേണം നമ്മൾക്ക് അത് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക്
അതൊന്ന് നിരത്തി ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾക്കൊന്ന് അതൊന്ന് പരത്തി ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ആ സ്റ്റിക്കിലുള്ളതൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ വടിച്ചെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പരത്തി ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 3 മണിക്കൂർ നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് ആറി തണുത്ത് ഒന്ന് സെറ്റാകണം. അപ്പോൾ നമുക്ക് ഞാനിതെല്ലാം നിരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു. നമ്മളുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടിയിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമത്തി വെച്ച് ഇങ്ങനെ ഒന്ന് നിവർത്തിയെടുക്കാം. കണ്ടോ? ഇപ്പോൾ നമ്മളുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മാമ്പഴ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇതിന് നമ്മൾക്കിത് മുറിച്ച് പാത്രത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാകും. നെയ്യുടെയും ആ മാമ്പഴത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ കെമിക്കലൊക്കെ ചേർത്ത ഹൽവയൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കരുത്. ഇതുപോലെയൊക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ നമ്മൾക്ക് പഴുത്തു പോകുന്ന നമ്മളുടെ മുറ്റത്തുണ്ടാകുന്ന മാങ്ങയൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഹൽവയൊക്കെ ഉണ്ടാക്കി നമ്മളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ്. അതുപോലെ നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇതുപോലെ മുറിച്ച് പാത്രത്തിലൊക്കെ ആക്കി വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് കഴിക്കാമല്ലോ. കണ്ടോ? വളരെ സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കണ്ടോ? ഇതുപോലെ നമുക്ക് കഷ്ണിച്ച് വെച്ച് നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം കുട്ടികൾക്കും നമ്മൾക്കൊക്കെ എടുത്ത് കഴിക്കാവുന്ന പരുവത്തിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ.